ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാജസ്ഥാനി മിർച്ചി വടയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ബജ്ജി മുളക് 6 എണ്ണം ഉള്ളിലെ കുരുയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മുക്കി പൊരിച്ചെടുക്കാനുള്ള മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു 3/4 കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒരു ബാറ്റർ തയ്യാറാക്കാം. ഒരുപാട് അയഞ്ഞ ബാറ്റർ ആയിരിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മുളക് അതിൽ മുക്കി നമ്മൾ പൊരിക്കാനെടുക്കുമ്പോൾ മുളകിൽ ഇത് പിടിക്കില്ല. അപ്പോൾ കുറച്ച് ടൈറ്റായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് ബാറ്റർ തയ്യാറാക്കാതിരിക്കുക. കുറേശ്ശെയായിട്ട് ചേർത്ത് അതിൻ്റെ ശരിയായ തിക്നെസ്സിൽ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ടൈറ്റായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനൊരു 150 ഗ്രാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരല്പം കായപ്പൊടിയും കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞതും കൂടെ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് മുളകിനുള്ളിൽ ഫില്ല് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ മുളക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുളകിന് നനവൊന്നും ഉണ്ടായിരിക്കരുത്. നനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ബാറ്റർ അതിനകത്ത് പിടിക്കില്ല. അപ്പോൾ ഞാനിത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ മൊത്തമായിട്ട് ഫില്ല് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കി തിളച്ച എണ്ണയിലൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ മുളകായിട്ട് ബാറ്ററിൽ മുക്കി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ഡിഷാണിത്. ഇതിൻ്റെ എല്ലാ വശവും നമുക്ക് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ അതുപോലെ തന്നെ ഗ്രീൻ ചട്നിയുടെ കൂടെയും കഴിക്കാൻ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.